ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നൊരു ഗ്രീൻ പീസ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ. അതിന് വേണ്ടിയിട്ടുള്ള വെജീസൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നോർമലി ചെയ്യുന്നതിൽ നിന്ന് ഞാനിവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി അങ്ങനെയുള്ള പൗഡേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. എരിവിന് വേണ്ടി എടുക്കുന്നത് 3 പച്ചമുളകാണ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത് ഇത്രയാണ് കറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കുക്കറിൽ കടുക് താളിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ വറ്റൽമുളകും കടുകും ഓയിലും കറിവേപ്പിലയിട്ട് കടുക് താളിച്ച ശേഷം നമുക്ക് ഈ വെജീസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ പച്ചമുളക് നീളത്തിലാണ് കട്ട് ചെയ്തിടുന്നത്. അതിൻ്റെ റീസൺ അറിയാമല്ലോ, കുഞ്ഞുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കറിയിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റും കുഞ്ഞിന് ഫുഡ് കൊടുക്കുമ്പോൾ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല പച്ചമുളകാണോ ബീൻസാണോ എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പച്ചമുളക് നീളത്തിലാണ് കട്ട് ചെയ്തിടുന്നത്. അപ്പോൾ വെജീസൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് വഴട്ടണവേ. ഇങ്ങനെ വഴട്ടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗ്രീൻ പീസ് ഇട്ട് വെള്ളം ഒഴിച്ച് കുക്കറിൽ വിസിൽ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കറിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ വരുന്നത്. കാരണം 3-4 മിനിറ്റ് ഈ വെജീസും ഗരം മസാലയും പച്ചമുളകും എല്ലാം ഒന്ന് വഴണ്ട് വരുന്നുണ്ടല്ലോ എണ്ണയിലെന്ന് വെച്ചാൽ വളരെ കുറച്ച് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരു ടീസ്പൂൺ ഓയിൽ, ഒരു ടേബിൾ സ്പൂൺ ഓയിലേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിലൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഞാനൊരു 4 വിസിലാണ് കേൾപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ വിസിൽ കേൾപ്പിക്കുന്നത് ഓരോരുത്തരുടെയും കുക്കറിനനുസരിച്ച് ചേഞ്ച് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഈ കുക്കറിൽ വിസിൽ കേൾപ്പിച്ചേക്കുന്നത് 4 വിസിലാണ് കേട്ടോ. അതിൽ നല്ല കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ വഴട്ടിയെടുക്കുന്നതും എല്ലാമാണ് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് തരുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് തേങ്ങാപ്പാലല്ല നമ്മൾ ഒഴിക്കുന്നത്, കുറച്ച് തേങ്ങ അരച്ചാണ് മിക്സ് ചെയ്യുന്നത്. എനിക്ക് ലാസ്റ്റ് കറി കാണുമ്പോൾ മനസ്സിലാവും ഇതിനൊരു ക്രീമി ടെക്സ്ചറാണ് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത് കറി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ലൂസാക്കിയൊക്കെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നോർമലി നമുക്ക് കറി ഒരു ക്രീമി ടെക്സ്ചർ പോലൊക്കെ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാഷ്യൂ ഒക്കെ അരച്ച് ചേർക്കണം, നമ്മൾ വെജിറ്റബിൾ കുറുമയിലൊക്കെ ചെയ്യുന്ന പോലെ. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ജസ്റ്റ് തേങ്ങ ഫൈൻ പേസ്റ്റായിട്ട് തേങ്ങ മാത്രമാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഈ വിസിൽ കേൾക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് വളരെ ഒരു 3-4 ഡ്രോപ്പ് ഓയിൽ ഒഴിച്ച് ഒന്ന് വഴട്ടിയെടുക്കുക. ആ വഴട്ടുന്ന സമയത്ത് നമ്മൾ അപ്പോഴും ഒരു സ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. അപ്പോൾ ആ ഗരം മസാലയും ടൊമാറ്റോയും കൂടെ വഴണ്ടതും കൂടെ ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ വീണ്ടും അതിനൊരു ആഡഡ് ഫ്ലേവറാവും. ആ ഗരം മസാല ഒന്ന് ചൂടാവുന്നുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഫ്ലേവർ വീണ്ടും കിട്ടും കറിക്ക്. പിന്നെ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗ്രീൻ പീസൊക്കെ കറിക്ക് വേണ്ടി കുതിർക്കാൻ ഇടുമ്പോഴുണ്ടല്ലോ, കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരു 2-3 ഡേയ്സിനുള്ളിൽ അത് ഉപയോഗിക്കണം. അങ്ങനെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലഞ്ചിനൊക്കെ കറി ഇല്ലാതെ വരുന്ന സമയത്ത് ആ ഗ്രീൻ പീസ് കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് സോട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ട് എടുത്താൽ അതൊരു ലഞ്ചിനൊരു സൈഡ് ഡിഷാവും കേട്ടോ. ലഞ്ചിനൊരു സൈഡ് ഡിഷാവേ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് വെജിറ്റേറിയൻസ് അല്ല എന്നുണ്ടെങ്കിൽ മുട്ട ചിക്കി ചേർക്കുകയോ, വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പനീർ ചേർക്കുകയോ ചെയ്താൽ അതിനൊരു സ്പെഷ്യൽ ഡിഷാവും നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ട്. അതും ഒരു 5 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാവും കേട്ടോ. അപ്പോൾ അതും ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോഴും ഞാൻ ഗ്രീൻ പീസ് കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുക്കായ ഗ്രീൻ പീസിൻ്റെ കാര്യമല്ല പറയുന്നത്, നമ്മൾ കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് ഉണ്ടല്ലോ അത്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ വഴണ്ട് വരുന്നുണ്ട്, ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വഴണ്ട് വന്ന ടൊമാറ്റോയും അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഫൈൻ പേസ്റ്റും കൂടെ കുക്കറിൻ്റെ വിസിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ആഡ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് ബോയിൽ ചെയ്യണം കേട്ടോ. ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ലാസ്റ്റും കുറച്ച് കറി ലീവ്സിന് പകരം കുറച്ച് മുരിങ്ങ ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കറി ലീവ്സ് ഇടണമെന്നുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്യാം. ഞാനിവിടെ മുരിങ്ങ ലീവ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ മിക്സും ഇട്ട്
ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ പിന്നെ കുക്കർ അടച്ചു വെച്ച് വേവിക്കരുതേ. ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ കുക്കർ ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ബോയിൽ ചെയ്യിപ്പിച്ചെടുത്താൽ മതി. ഒരു 3-4 മിനിറ്റ് ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയായി. കറി സെറ്റ്. ഇതിപ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കാണുമ്പോൾ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ലേശം വെള്ളം കൂടെ ആഡ് ചെയ്താൽ മതി കേട്ടോ. എല്ലാത്തിൻ്റെയും കൂടെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ്. അധികം പൗഡേഴ്സ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. കണ്ടോ, ഒരു ക്രീമി കൺസിസ്റ്റൻസിയാണ് ഇതിന് കിട്ടുന്നത്. ഇനി നമുക്കൊരു ബൗളിലോട്ട് കറി സെർവ് ചെയ്യാമേ. നല്ല ചൂടപ്പോൾ ഈ കറിയും കൂട്ടി കഴിക്കണം. സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും റെസിപ്പീസ് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ. താങ്ക് യു. ടേക്ക് കെയർ.